الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير. يا أيها الناس أوصيكم وإياي أولا بتقوى الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബുൽ ആലമീനായ നാഥൻ അതേ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണം. കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ വിട്ടേച്ചു പോയത് കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ ഖജാനകളോ സമ്പത്തിന്റെ ഖജാനകളോ അല്ല, മറിച്ച് ഈ ഖുർആൻ ആ മഹത്തായ ജീവിതവുമാണ്. അതിനെ മുറുകെ പിടിച്ചെങ്കിൽ വിജയമുണ്ട് എന്നതിനെ കുറിച്ചാണ്. ഏതൊരു വ്യക്തിയും മഹാനായ വ്യക്തിത്വങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരുപാട് സുപ്രധാനമായ, ഒരുപാട് ശ്രദ്ധയർഹിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് പലപ്പോഴും മരണപ്പെടാറുള്ളത്. ചിലപ്പോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഭരണക്കിടക്കയിൽ വെച്ച് നമുക്ക് നൽകിയ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം, നമുക്ക് നൽകിയ ഒരു ഉപദേശം, അതെന്തുമാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നാം നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. എന്തൊക്കെ ത്യാഗം സഹിച്ചാണെങ്കിലും എന്നോട് മരിക്കുന്ന സമയത്ത് എന്റെ പിതാവ് നൽകിയ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രിയതമ നൽകിയ, ഭർത്താവ് നൽകിയ ആരുമാകട്ടെ, ആ നൽകുന്ന വാഗ്ദാനം അല്ലെങ്കിൽ ആ ദൗത്യം എന്ത് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അത് പൂർത്തീകരിക്കുമെന്ന ഒരു വാശി നമുക്കുണ്ടാകാറുണ്ട്.
അല്ലെങ്കിൽ ആ നിർദ്ദേശവും ഉപദേശവും ഏത് സമയത്തും നമ്മൾ ഓർക്കാറുണ്ട്. മരിക്കുന്ന സമയത്ത് എന്റെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയാകുമ്പോൾ ചില നിർദ്ദേശങ്ങൾ, ആ അവസാന നാളുകളിൽ ചില ഉപദേശങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം മൂർച്ഛിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗത്തിന്റെ പ്രയാസത്തിന്റെ തീവ്രത അനുഭവിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്തേക്ക് വസ്ത്രം ഇടുന്നുണ്ട്. ആ വസ്ത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ രോഗത്തിന്റെ അവസ്ഥയിൽ ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിക്കട്ടെ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതിന്റെ കാരണം പറഞ്ഞത് തഖദു ഖുബൂറ അംബിയാഇ മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ലാ തജഅലു ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖുബൂറ, അതിനെ നിങ്ങൾ എന്താക്കി മാറ്റരുത്, ശ്മശാനമാക്കി മാറ്റരുത്. വലാ തജഅലു ഖബരി ഈദ, എന്റെ ഖബറിടത്തെ നിങ്ങൾ ആഘോഷ സ്ഥലവുമാക്കി മാറ്റരുത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അലാ വഇൻ മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുൻ കഴിഞ്ഞു പോയ സമുദായങ്ങളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. ഖാലു യതഖിദുന ഖുബൂറ അംബിയാഇഹിം വസവാലിഹിം മസാജിദ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ജീവിച്ചിരുന്ന പുണ്യവാളന്മാർ, അതുപോലെ തന്നെ നല്ല മനുഷ്യരായ ആളുകൾ, അവരുടെ പ്രവാചകന്മാർ, അവരുടെ കബറിടങ്ങൾ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. അതാണ് നിങ്ങളുടെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് അതിൽ നിന്ന് ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിരോധിക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വത്നൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അന്ത്യസമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസിയത്തുകളിലെ ഒരു വസിയത്ത്. എന്റെ വിശ്വാസികളെ, ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കുക. എത്ര മഖാമുകളാണ്, എത്ര മഖ്ബറകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന പല മഹാന്മാരുടെയും ചില പേരില്ലാത്ത ആളുകളുടെയും പേരിൽ പല മഖ്ബറകളും മഖാമുകളും കെട്ടിപ്പൊക്കി അതിനെ മതത്തിന്റെ ആളുകളായി കൊണ്ട് ചിത്രീകരിച്ച് അങ്ങനെ അവിടെ ഒരു വ്യവസായം പണിത് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും കള്ളകറാമത്തുകളും ഒരുപാട് ഒരു സനതുമില്ലാത്ത അത്ഭുത കഥകളും പറഞ്ഞുകൊണ്ട് ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ആളുകളെ ശിർക്കിലേക്കും കുഫ്റിലേക്കും നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പലരും. ചുറ്റും നോക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്, പ്രവാചകനെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. പ്രവാചകൻ തന്റെ അവസാനം നൽകിയ ഉപദേശങ്ങൾ, പ്രവാചകൻ തന്റെ അവസാനം നൽകിയ വസിയത്തിനെ നഗ്നമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്, കബറിടങ്ങൾ ആരാധനകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾ ബാധിക്കുമ്പോൾ ഞാനൊരു വീഡിയോ കാണുകയാണ്. ഒരു മനുഷ്യനോട് ഒരു മതം പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, പാദസരം കളഞ്ഞു പോയി, അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, ഇന്ന മക്കാമിലേക്ക് കുറച്ച് ജിലേബി താങ്കൾ നേർച്ചയാക്കിയാലും മതി, അത് തിരിച്ചു കിട്ടുമെന്നാണ്. മതം പറഞ്ഞു കൊടുക്കേണ്ടവർ ഇത്ര വലിയ ബിദ്അത്തും ശിർക്കും കുഫറുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമാണ്. ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് അത്തരക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഖുർആൻ വിളിക്കുകയാണ്, ഏ വിശ്വാസികളെ, ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, തീർച്ചയായും പുരോഹിതന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളുടെ സമ്പത്ത് അവർ അന്യായമായി കൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് തടയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും വിവരിച്ച് പലരും സമൂഹത്തിലെ പൗരോഹിത്യം എന്ന് അവകാശപ്പെടുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മറ്റൊരു 12 ആഘോഷം മാത്രമായിരുന്നു. ആ മാസം മുഴുവൻ ആഘോഷമാണ്. മൗലിദ് കിതാബുകളുടെ പാരായണമാണ്, ഖുർആനിന്റെ പാരായണമല്ല. മൗലൂദ് കിതാബുകൾ ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയ മൗലൂദ് കിതാബുകളിൽ എത്രയോ ശിർക്കിന്റെ വരികളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുന്ന വരികളുണ്ട്, ഗദ്യങ്ങളുണ്ട്, പദ്യങ്ങളുണ്ട്. അങ്ങനെ നബിദിനം ബിദ്അത്ത് മാത്രമല്ല ശിർക്കുമാകുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ സമൂഹം എത്തി നിൽക്കുന്നത്. അതിങ്ങനെ പുണ്യമാണെന്ന് വിചാരിച്ച് പാമരങ്ങളായ ജനങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു, അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. എന്റെ വിശ്വാസികളെ,
ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. സുന്നത്തായ എത്രയോ കർമ്മങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി കൃത്യമായി എത്രയോ ആയത്തുകളിലൂടെ ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞിട്ടും അള്ളാഹു ഇല്ലാത്തവരിലേക്ക് പ്രാർത്ഥന അർപ്പിക്കാനും ജാറത്തിലേക്കും മക്ബറകളിലേക്കും പോയി സന്താനമില്ലാത്തതിനാലും പ്രയാസങ്ങൾ സംഭവിക്കുന്നതിനാലും അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളെ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. അതിനെതിരെ ശബ്ദിക്കേണ്ട ബാധ്യത തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അതുകൊണ്ട് പ്രവാചകൻ നൽകിയ അവസാന വസിയത്തിൽ ഒന്നായിരുന്നു, നിങ്ങൾ ഖബറിടങ്ങളെ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. മക്ക ഫതഹിന്റെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കോടാലി കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൗത്യം ഏൽപ്പിച്ചു. എല്ലാ ബിംബങ്ങളെയും തച്ച് തകർക്കാനും ഉയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഖബറിടങ്ങൾ ഒരു ചാണിമുകളിൽ അതിനെ ഒരു ചാണുമുകളല്ലാതെ അതിനെ വിട്ടേക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്റെ വിശ്വാസികളെ, ഇതൊരിക്കലും ഇസ്ലാമല്ല, അത് ഇസ്ലാമിന് പുറത്തുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിന് എതിരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, അമ്മയജീബുൽ മുദ്ദറ ഇദാ ദഅ, നിങ്ങൾ പ്രയാസപ്പെട്ടവൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ അവന്റെ പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നതാണ്. അവനെ ഭൂമിയുടെ പ്രതിനിധികളാക്കുന്നതും അല്ലാഹുവല്ലാതെ മറ്റാരാണ്? അല്ലാഹുമ്മ അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ വല്ല ആരാധ്യനും ഉണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് പാപം പുറത്തു തരാൻ ആരാണുള്ളത്? നിങ്ങളുടെ രോഗം മാറ്റി തരാൻ ആരാണുള്ളത്? എനിക്ക് രോഗം ബാധിച്ചാൽ അത് മാറ്റി തരുന്നവൻ അല്ലാഹു മാത്രമാണ്. എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമാക്കിയിട്ടാണ്. എന്നിട്ട് ആ ശിർക്കിനും കുഫ്റിനും വേണ്ടി മക്ബറകൾ പണിത് സ്വന്തം വ്യവസായത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരിക്കലും നിശബ്ദമായി കൂടാ. അതിനെതിരെ നമ്മൾ ഈ കാലത്ത് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം പ്രവാചകന്റെ അവസാന വസിയത്ത് അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഉള്ളത് ഖബർ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുക. എവിടേക്ക്? മസ്ജിദുൽ ഹറമിലേക്കാണോ, മസ്ജിദുൽ നബവിയിലേക്കാണോ, മസ്ജിദുൽ അഖ്സയിലേക്കാണോ? അല്ലല്ലോ, മറിച്ച് ഇവിടെ അജ്മീറിലേക്കും ഇവിടെയുള്ള കുറെ മഖാമുകളിലേക്കും ഒക്കെ സിയാറത്ത് ടൂറുകൾ, പുണ്യം തേടിയുള്ള യാത്രകൾ. വിശ്വാസികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു തീർത്ഥയാത്ര യാത്ര പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മസ്ജിദി ഹാദാ, ഈ പള്ളി, എന്റെ ഈ പള്ളി മസ്ജിദ് നബവിയിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെല്ലാം. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളിയിലേക്കും യാത്ര പോകാം. അല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും മറ്റൊരു മഖാമിലേക്കും മറ്റൊരു മഖബറയിലേക്കും പുണ്യം തേടിക്കൊണ്ടുള്ള യാത്രയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ സമൂഹത്തിൽ അടരാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം. ചിലർ പറയും സിയാറത്ത് നല്ലതല്ലേ? സിയാറത്ത് നല്ലതാണ്, ഖബർ സിയാറത്ത് ചെയ്യണം. ദൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുസക്കിറുകുൽ ആഖിറ, നിങ്ങളെ പരലോകത്തെ പറ്റി അത് ചിന്തിപ്പിക്കുമെന്നാണ്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന അഹങ്കാരവും പൊങ്ങച്ചവും ആർക്കും കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ കൂട്ടിവെക്കുന്ന സമ്പത്തും ആ ഖബറിലേക്ക് ഒന്ന് കാണുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. 6 അടി മണ്ണാണ് എല്ലാവർക്കും അവസാനമുള്ളത്. ഈ കാണിക്കുന്ന അഹങ്കാരത്തിനും ഈ കൂട്ടിവെക്കുന്ന സമ്പത്തിനും ഒന്നിനും ഒരു അർത്ഥമില്ല. സ്വന്തമായ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അവിടെ ഉപകാരപ്പെടും. ആ ബോധം വരുമ്പോൾ സ്വാഭാവികമായും വിനയം ഉണ്ടാകും, അള്ളാഹുവിലേക്ക് അടുക്കും. അതിനുവേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. പിന്നെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരോട് പ്രാർത്ഥിക്കാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ശിർക്കിലേക്ക് നയിക്കുന്ന, കുഫ്റിലേക്ക് നയിക്കുന്ന ഇത്തരം അനാചാരങ്ങളെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്ത്. നിങ്ങൾക്ക് മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിച്ചു പോയത്, അവരിൽ ആരെങ്കിലും നല്ല ആളുകൾ മരണപ്പെട്ടാൽ അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഖബർ കെട്ടിയുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന അവസ്ഥ, അത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ സമുദായത്തിലെ ചില ഏറ്റെടുത്തതാണ്. അത് ഇസ്ലാമല്ല എന്ന് തിരിച്ചറിയുക. അത്തരക്കാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസീകും വയ്യായ താനിന്റെ തഖ്വ, ഏതിലോരോരുത്തരും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബുൽ ആലമീനായ നാഥൻ അദ്ദേഹം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അവസാനത്തെ വസിയത്തുകൾ ഒന്നിനെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി വസിയത്തുകൾ വേറെ ഖുതുബകളിലൂടെ സൂചിപ്പിക്കാം.
ഈ കോവിഡ് കാലത്ത് ആദ്യമൊക്കെ നമ്മൾ പലരും ഈ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുന്നവരായിരുന്നെങ്കിലും പിന്നെ എവിടെയോ വെച്ച് ഒരു അലസത പലരെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖേദകരം. പലരിലും കർമ്മങ്ങൾ ചെയ്യാനുള്ള അലസത വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോ നമുക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ട്. ഇപ്പോ പണ്ടുള്ളതിനേക്കാൾ തിരക്ക്, നമ്മൾ പലതും തിരക്കായി വിചാരിച്ചിരുന്ന പലതും ഇന്ന് തിരക്കല്ല, നമുക്ക് നല്ല ഒഴിവുണ്ട്. പക്ഷെ ആ ഒഴിവിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചൈതന്യം അത് വീണ്ടെടുക്കുക തന്നെ വേണം. അത് സൽക്കർമ്മങ്ങളിലൂടെ, തന്റെ ചിന്തകളിലൂടെ, വായനകളിലൂടെയൊക്കെയാണ് അത് തിരിച്ചെടുക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അബൂദാവൂദ് ആണ് ഈ ഹദീസ് ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഭക്ഷണത്തലയിലേക്ക് കൈയിട്ട് വാരുന്നത് പോലെ ശത്രുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ഒരു കാലം വരും. അപ്പോ സഹാബികളുടെ ആത്മാർത്ഥമായി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും, ആളുകൾ കുറവുണ്ടാകുകൊണ്ടായിരിക്കുമോ ശത്രുക്കളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നത്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ല, അന്ന് നിങ്ങൾ ഒരുപാടുണ്ടാകും, ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നിട്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന്, അത് നിങ്ങൾ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ആയിരിക്കും മുസ്ലിം സമുദായം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, അല്ലാഹു ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം എടുത്തു മാറ്റും. എന്നിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഖുലൂബികുമുൽ വഹൻ, അവൻ ബലഹീനതയെ നിക്ഷേപിക്കുമെന്നാണ്. എന്താണ് ആ ബലഹീനത എന്ന് പ്രവാചകനോട് ചോദിച്ചു. യാ റസൂലല്ലാഹ് വമൽ വഹൻ, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ബലഹീനത? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടം, മരിക്കാനുള്ള വെറുപ്പ്, അതായിരിക്കും അന്ന് മുസ്ലിം സമുദായത്തെ ബാധിച്ചിരിക്കുന്ന ബലഹീനത എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിശ്വാസികളുടെ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. ഓരോരുത്തരുടെ വയസ്സൊന്ന് ആലോചിക്കുക. എനിക്ക് 20 40 എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞു പോയത്. ഇനി മരിക്കാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്ത് പ്രവാചകനെ രോഗം മൂർച്ഛിക്കാൻ ഇത് കാണുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന് മാത്രമേ എനിക്ക് വേദനയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിശ്വാസികളെ, നമ്മൾ ആരും ജീവിക്കുന്നത് ഇവിടെ അനശ്വരനാകാനല്ല. ഇവിടെ നമ്മൾ ആരും ഒരുപാട് കാലം ജീവിക്കുന്നില്ല. കുറഞ്ഞ 60 വർഷം, 60 വർഷത്തിന്റെ ഒക്കെ വേഗത നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒരുങ്ങുക ആ മരണത്തിന് വേണ്ടി, ആ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഉണ്ടാകാൻ വേണ്ടി. ഇവിടെ സൽക്കർമ്മങ്ങളുമായാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ, തൗഹീദോട് കൂടിയാണ് ചെല്ലുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഹൃദയത്തിൽ ഒന്ന് ഊഹിക്കാൻ പോലും ആകാത്ത സുഖ സൗകര്യങ്ങളുള്ള, ആനന്ദങ്ങളുള്ള സ്വർഗമാണ് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ ശക്തിയും ജീവനുമായ ഖുർആനും ദിക്റുകളും ഇല്ലാതെ നിങ്ങൾ അതിന് ഭൗതിക ദുഃഖങ്ങളും അതിന്റെ ഭാരങ്ങളും മാത്രമാണ് നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ഉപമ എന്നുള്ളത് ഒരു യാത്രക്കാരനെ പോലെയാണ്. അയാൾ വാഹനത്തിന് തീറ്റ കൊടുക്കുന്നില്ല, അതിന്റെ മുകളിലാകട്ടെ ഒരുപാട് ഭാരം ഇങ്ങനെ വെച്ചിട്ടുമുണ്ട്. അത് ആ യാത്ര അധികം നീണ്ടു നിൽക്കില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരാളുടെ പ്രായം എങ്ങനെയാണ് കവർന്നെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം പറയുന്നു, നാളെ പ്രതീക്ഷിച്ച് ഇന്നേ ഞാൻ അവഗണിക്കൽ, അത് നാളെ ചെയ്യാം, ഇതായിരിക്കും അവന്റെ ചിന്ത. അങ്ങനെ അവന്റെ അവധി തീരുന്നത് വരെ അവൻ എങ്ങനെയായിരിക്കും? അവസാനം നന്മ എന്നുള്ളത് അവന്റെ കയ്യിൽ വട്ടപൂജ്യമായിരിക്കും. ഈ ലോക്ക്ഡൌൺ കാലത്ത് എത്ര ഒഴിവ് സമയം ലഭിച്ചു? ഒരു 15 ജുസ് തീർത്ത എത്ര ആളുകളുണ്ട്? ഒരു ദിവസം ഒരു 5 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഒരു ദിവസം അല്ലാഹുവിനോട് ഒരു 5 കാര്യമെങ്കിലും ചോദിക്കുന്ന എത്ര ആളുകളുണ്ട്? എത്ര ദിക്ർ ചൊല്ലുന്നുണ്ട് നമ്മൾ ഒരു ദിവസം? എത്രയോ സമയം ലഭിക്കുന്നു, എത്രയോ പ്രാർത്ഥനകളുണ്ട്. വിശ്വാസികളെ നിരാശപ്പെടുത്താനല്ല, മറിച്ച് ഒരു ദിവസം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുങ്ങുക ആ മരണത്തിന് വേണ്ടി. ദുനിയാവിന്റെ ആ ചപ്പുചവറുകളെ പോലെ യാഗാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകുക. നാളെ വിദഗ്ധകളിൽ നിന്നും ശിർക്കിൽ നിന്നും നമ്മെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ഈ തൗഹീദി പ്രബോധനവുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ.
അള്ളാഹു അവരുടെ എല്ലാ പരലോക ജീവിതം സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. നാഥ, അബദ്ധങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ. കടപ്പ ലോകങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അള്ളാഹുവേ, നീ അല്ലാതെ രക്ഷയില്ല. അതെല്ലാം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നീ പരിഹരിച്ചു തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. آخر دعوانا الحمد لله رب العالمين.